ഈ സ്വന്തം ജീവിതം വേസ്റ്റ് ആക്കാന്ന് പറയാൻ പറ്റില്ല. ഇത് ജീവിതം എന്ന് പറയാൻ പറ്റില്ല. സ്വന്തം ശോഷിച്ച അവസ്ഥ വേസ്റ്റ് ആക്കാണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് മാറാൻ ശ്രമിക്കുക. അല്ലാണ്ട് വീണ്ടും ആ വിഡിത്തത്തിൽ തുടരല്ല. ഒരു കുമ്മുട്ടിയും കോഹൻലാലും ഇതന്നെ ഈ വിഡിത്തത്തിൽ സ്വാമി വേഷം കെട്ടി, ഈ വേണ്ടാത്ത പാതിരി വേഷം കെട്ടി, റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്ത് ശോഷിച്ച വിഗ്രഹാരാധന ചെയ്ത് നടക്കുന്നവരാണ്. വിഗ്രഹാരാധന പറയുമ്പോൾ നിങ്ങൾ പൊങ്ങിപ്പോവും. അതല്ല, ജീവനില്ലാത്തവരെ ആരാധിക്കുക, ചെകുത്താൻ ബാധിതരെ ആരാധിക്കുക. ഇതൊക്കെ പറഞ്ഞു തീർന്നു, എനിക്കധികം പറയാനില്ല. ഷോർട്ട് ഫോമായിട്ട് പറയണു. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ളവർ ഇതുവരെ തോണ്ടി സംസാരിക്കാൻ വന്നിട്ടില്ല. അന്നും വന്നിട്ടില്ല, ഇന്നും വന്നിട്ട് 9 വർഷം എവിടെ ആയാലും 5 വർഷം എവിടെയാണെങ്കിലും ഉണ്ടായിട്ട് തോണ്ടി സംസാരിക്കാൻ ഒരു സോഷ്യൽ ഹിന്ദുസ്, സോഷ്യൽ മുസ്ലിംസ്, സോഷ്യൽ റോമൻ കാത്തലിക്സും എന്തുകൊണ്ടാണ് അവർ വരാത്തത്? അവരുടെ ശോഷിച്ച തെറ്റ്, അവരുടെ റീട്ടാർഡ് നേച്ചർ, തന്തയുടെ തളയുടെയും റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് ഇല്ലാണ്ട് എൻ്റെ മുഖത്ത് നോക്കി അവർ തെളിച്ച് എനിക്കറിയില്ല. എൻ്റെ മുഖത്ത് നോക്കി അവർക്ക് സംസാരിക്കാൻ പറ്റണല്ലോ. ഏത് സംസാരമായാലും ഒന്ന് പേര് വിളിക്കുക, അത് കഴിഞ്ഞ് കണ്ടിന്യൂ വേണ്ടേ. അപ്പോൾ ഇങ്ങോട്ട് ഇല്ലാത്തത് എന്തിനാ അങ്ങോട്ട്? എനിക്ക് എന്തിനാ അവരെ ബോധിപ്പിക്കേണ്ട കാര്യം? അപ്പോൾ എൻ്റെ വോയിസിന് വില ഉണ്ടെന്ന് പറഞ്ഞു. വോയിസിന് പാട്ട് പാടും, വോയിസ് എന്ന് പറയും, സിങ്, വോയിസിന് വില ഉണ്ടെന്ന് പറയും. അതവിടെ വയ്ക്കുമ്പോൾ അവരെ ബോധിപ്പിക്കണം എന്നല്ല ഞാൻ പറയണേ. ഞാൻ ബോധിപ്പിക്കും. അവരുടെ ആത്മാവ് അവരോട് ചോദിക്കും. ആത്മാവ് നിന്നിട്ടുണ്ടെങ്കിൽ ജീവനത്തിൽ ആത്മാവ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആത്മാവരോട് ചോദിക്കും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മാറാൻ തയ്യാറല്ല. വോയിസിന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വോയിസ് എന്ന് പറഞ്ഞു. വോയിസ് എന്ന് പറഞ്ഞാൽ കെഞ്ചൽ എന്ന് പറയാം, എനിക്കല്ല, ശ്രിൽ വോയിസ്. ആ വോയിസിന് ആ ഒരു ഒഴുക്കോടെ ഞാൻ പറയണേ. ഞാനൊരു എന്തെങ്കിലും ഇപ്പോൾ ഒരു സമയം തൊട്ട് കേട്ട് വന്ന് ഒരു 10 വർഷം തീർന്നു, 20 വർഷം തീർന്നു ജനിച്ചത് തൊട്ട്, ഒരു 30, 35, 34 വയസ്സ് തൊട്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഞാൻ കേട്ട് വളരെ ഓരോ പണ്ട് ചിലപ്പോൾ മീനിങ് ഫുൾ സിനിമകളിൽ പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. പാതിരികൾ വിഡിത്തം പറയുമ്പോൾ അവരുടെ ടൈപ്പ് ടോണാണ് ഞാൻ ഉപയോഗിക്കണേ. അപ്പോൾ പാതിരികൾ ഞാൻ പറയണല്ലേ എന്തെങ്കിലും പറയിപ്പിച്ച് പറയണവരോട്. പക്ഷേ ഇവിടെ പറയിപ്പിച്ച് പറയണ വിഡിത്താണോ ഞാൻ പറയണത്? അല്ല, ആ ടോൺ, ആ വോയിസ് ടോണിന് ഒരു ഇതുണ്ട്, ഇമ്പുണ്ട്. ആ ഇതനുസരിച്ച് നടക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും കുറേ നാൾ കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ബാങ്ക് കുന്നീസ് കടന്നു ആക്സിഡൻറ്റ്, അപ്പം ഞാൻ 200 വാങ്ങി, ഞാനോട് അയ്യേന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയുന്നു നിങ്ങൾ, അയ്യോ ഇനി ഞങ്ങൾക്ക് അറിയില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നു. ഇതാണ് ഉണ്ടാകാൻ പോണേ. എന്താ ആരെ പറഞ്ഞതെന്നൊന്നും നിങ്ങൾ ഓർക്കില്ല ആ സമയത്ത്. എന്താ വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യാൻ തത്രപ്പെടലും ജീവനോട് ദൈവ സമയത്ത് നടന്നോളും. പക്ഷേ അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കാൻ തത്രപ്പെടൽ, മക്കളുണ്ടാക്കാൻ തത്രപ്പെടൽ, കല്യാണം കഴിക്കാൻ തത്രപ്പെടൽ. അപ്പോൾ അതിൽ കാര്യമില്ല. എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ 2 വർഷം ഇപ്പോൾ ഉണ്ടായിരുന്നു ഇല്ലേ, 2 വർഷം തീരാറായി. ഒരു ഒറ്റ എടുത്ത് ഈ വീട്ടിൽ ക്യാമറ ഒന്ന് തോണ്ടി അന്നത്തെ പോലെ ഇപ്പോഴും. അപ്പോൾ എനിക്കത് അറിയാം. അപ്പോൾ 3 വർഷം ഞാൻ അങ്ങോട്ട് പോയി, 2 മാസം അങ്ങോട്ട് പോയിട്ട് അവിടെ 3 വർഷം അവിടെ കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥലമാണ് താമസിച്ചിട്ട്, എവിടെയാണ് എൻ്റെ സ്ഥലം, 3 വർഷം അവിടെ താമസിച്ചിട്ട് ഇനി വേണം ഇങ്ങോട്ട് വരും. അതിനിടയിൽ 5 മാസം 1 വർഷത്തിൻ്റെ ഉള്ളിൽ നടക്കും. അത് ഞാൻ അപ്പോൾ ചിലപ്പോൾ കേട്ട് കളി കഴിച്ചപ്പോൾ ഇവർ ഉണ്ടാവുന്നത് ബെഡ് റെസ്റ്റ് ആയി, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ബെഡ് റെസ്റ്റ് ആയി എന്ന് കിടക്കുന്നുണ്ട് നേരെയായിട്ട്. ബെഡ് റെസ്റ്റ് ആയിട്ട് കിടക്കണമെന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടോ പറയണവർ, ഞാൻ ചോദിക്കാനുള്ളത്. അപ്പോൾ അയ്യോ അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് കിട്ടേണ്ട സമയത്ത് കിടന്ന് ഇതാ ബാക്കിയുള്ളവരങ്ങനെ കിട്ടേണ്ടതില്ല, കിട്ടിയത് നന്നായി അങ്ങനെയല്ല പറയാം. മനസ്സിലായി. അപ്പോൾ കിട്ടേണ്ടവർ കിട്ടേണ്ട സമയത്ത് മേടിച്ച് കൂട്ടി, അപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ബെഡ് റെസ്റ്റ് ആവുക. ബ്രെയിൻ തന്നെ പോയ വർക്ക് ഫ്രോം ഹോം തന്നെ ചെയ്യാൻ പറ്റില്ല. പോയി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ഫ്രോം ഹോം. ബ്രെയിൻ പോയ വർക്ക് ഫ്രോം ഹോം എങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആർക്കായാലും കിട്ടും. അപ്പോൾ സ്വന്തം ഇതൊക്കെ കേട്ടിട്ട് വോയിസിന് വില ഉണ്ടെങ്കിൽ അതാ പറഞ്ഞത്, ശ്രീൽ വോയിസ് ഒരു കെഞ്ചലായിക്കോട്ടെ. അപ്പോൾ ആ ഒഴുക്കോടെ പറയണത് നിങ്ങൾ ആത്മാവ് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അതിൽ നിന്ന് മാറാൻ തയ്യാറല്ലെങ്കിൽ ഒരു മീഡിയം വോയിസ് അല്ലെങ്കിൽ ഒരു തരം വോയിസിൽ ഞാൻ പറയാം. അപ്പോൾ അത് ഇതിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അത് ഇവിടെ ഏത് സ്ട്രെച്ച് ഡയമണ്ട് ഇവിടെ പറഞ്ഞാലും, അവിടെയാണെങ്കിലും പട്ടിക്കാട് അവിടെ ആ മുക്കിലാണെങ്കിലും, ഇവിടെ ആണെങ്കിലും നെല്ലിക്കുന്നാണെങ്കിലും ആ ശക്തൻ്റെ അവിടെ ഒരു പ്രത്യേകത ക്രിസ്ത്യൻ മെസ്സേജ് അച്ഛൻ പറഞ്ഞാൽ അവർ പോകും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ ശിക്ഷ മേടിച്ച് കൂട്ടാണെന്ന്. സ്വന്തം ജീവനോട് ദൈവത്തെ മറന്ന് ഈ ചെകുത്താബാധിതരെയും ജീവനില്ലാത്ത വിഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊങ്ങി പോകും. ജീവനില്ലാത്ത മെറ്റീരിയലിസ്റ്റിക് ഇതിനൊക്കെ ആരാധിക്കണം. അതിനൊക്കെ എല്ലാം നടക്കട്ടെ.